ഇതൊരു സന്തോഷകരമായ പ്രഭാതമാണ്. മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു പുതിയ സംരംഭത്തിന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞാൻ കരുതുന്നത് കഴിഞ്ഞ 75 ദിവസം കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തൂഫാൻ ആഞ്ഞടിച്ചതുപോലെ മൈ പോലീസ് സ്റ്റേഷൻ എന്നത് ഒരു പുതിയ സംസ്കാരമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാക്കാൻ, പോലീസിന് സ്ഥാനമുണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയായി തീരുമെന്നുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസം തികയുന്നതിന് മുൻപാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ മയക്കുമരുന്നിനെതിരായ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഡ്രഗ് ഹണ്ട് നടക്കുന്നത്. ഇന്ന് മറ്റു സംസ്ഥാനങ്ങൾ പോലും മാതൃകയായി ആ പദ്ധതിയെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം പൂർണ്ണമായ സഹകരണമാണ് അതിന് വാഗ്ദാനം നൽകിയത്. തീർച്ചയായും മയക്കുമരുന്നിൽ നിന്ന് കേരളത്തിന്റെ യുവത്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ ശ്രമങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ. പോലീസിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ വളരെ വളരെ വ്യത്യസ്തമാണ്. വർഷങ്ങളായി പോലീസ് ഒരു ഭയമാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. പഴയ മലയാള സിനിമകളിലെ ഹേഡ് കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രമുണ്ട്. സ്ഥിരം ടിപ്പിക്കൽ കഥാപാത്രമാണ്. റോട്ടിൽ ഈ ഏഴ് കുട്ടമ്പിള്ള ഇറങ്ങിയാൽ, അന്ന് ഹാഫ് നിക്കറാണ് അന്ന് ഉള്ളത്, ആ നിക്കറുമായിട്ട് വലിയ കൊമ്പം മീശയൊക്കെ പിരിച്ച് ഏഴ് കുട്ടമ്പിള്ള ഇറങ്ങുമ്പോഴേക്കും റോഡിലരികെ നിൽക്കുന്ന ആളുകളെല്ലാം ഓടി അകത്ത് വീട്ടിൽ കയറി എല്ലാ ഡോറടയ്ക്കും. അങ്ങനെ ഒരു ആളുകളുടെ പേടി സ്വപ്നമായിട്ടാണ് പോലീസിനെ പഴയ കാലത്തിൽ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം സിനിമകളിലൂടെയെല്ലാം അവതരിപ്പിച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി പോലീസ് ഒരു സുഹൃത്താണ്, നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. എന്റെ പോലീസ് സ്റ്റേഷനാണിത്. എനിക്ക് സംരക്ഷണം നൽകുന്ന, എനിക്ക് തണൽ നൽകുന്ന, എന്നെ ചേർത്ത് നിർത്തുന്ന, എനിക്കൊരു സങ്കടം വരുമ്പോൾ എന്റെ കൂടെ ഓടിയെത്തുന്നതാണ് പോലീസ് എന്നുള്ളൊരു പുതിയ ആധുനിക കാലത്ത് ഏറ്റവും മോഡേൺ കൺസെപ്റ്റാണ് ഈ മൈ പോലീസ് സ്റ്റേഷനിലൂടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഞാൻ ഈ പ്രധാനപ്പെട്ട പദ്ധതി നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെയും പോലീസ് സേനയിലെ നേതൃത്വത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. 2-3 കാര്യങ്ങൾക്കാണ് ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. ഒന്ന്, പരാതി കൊടുക്കാൻ. 2, ഒരു ക്രൈം നടന്നാൽ അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ. ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്നുള്ള പരാതി പറയാൻ. അത് ചിലപ്പോൾ അഗ്രീഡ് പാർട്ടി ആകണമെന്നില്ല, ആ കുറ്റകൃത്യത്തിന് ഇരയായ ഒരാളാകണമെന്നില്ല, മറ്റൊരാൾക്ക് പോയി കൊടുക്കാം. 3ാമത് വരുന്നത് പല സർട്ടിഫിക്കറ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കും, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിന്റെ കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ചെല്ലുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആളുകളിൽ പ്രായമായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളുണ്ടാവും. ആദ്യം മൈ പോലീസ് സ്റ്റേഷനാണെന്നുള്ള ധാരണ വരണമെങ്കിൽ അവരോട് സൗമ്യമായും സ്നേഹമായും ഇടപെടണം. പോലീസിൽ പരാതി കൊടുക്കാൻ ഒരാൾ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു നീതി കിട്ടും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാക്കണം. ചിലപ്പോൾ എല്ലാ കേസുകളും നമുക്ക് പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. വരുന്ന കാര്യങ്ങൾ മുഴുവൻ പൂർണ്ണമായി ശരിയാകണമെന്നില്ല. തെറ്റായ ഒരു പരാതി കൊണ്ടുവന്ന് തന്നിട്ട് നിരപരാധിയായ ഒരാളെ നമുക്ക് പീഡിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അന്വേഷണത്തിലാണ് നമ്മൾ കാര്യങ്ങൾ തെളിയുന്നത്. പക്ഷേ സ്റ്റേഷനിൽ വരുമ്പോഴുള്ള ആ പെരുമാറ്റമാണ് ഏറ്റവും പ്രധാനം പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ പോലീസിനോട് ഒരു ഭയം ഉണ്ടാകണം. എന്താണ് ഭയം? ഞാനൊരു കുറ്റകൃത്യം ചെയ്താൽ പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും, എന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അത്ര ശക്തമാണ് പോലീസ് എന്നുള്ളതാണ്. ആ ഭയമാണ് കുറ്റവാളികളുടെ മനസ്സിലും കുറ്റം ചെയ്യാനുള്ളവരുടെ മനസ്സിലുണ്ടാകുന്നത്. പോലീസിനൊരു ഡിറ്ററന്റ് ഫാക്ടറുണ്ട്. അതാണ് പോലീസ്. അല്ലാതെ പോലീസ് സേനയുടെ അംഗബലം കൊണ്ടല്ല ആളുകൾ പേടിക്കുന്നത്. പോലീസ് ഒരു കുറ്റകൃത്യം ചെയ്തതിൽ ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്തേനെ. ഇപ്പൊ കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്തേനെ. കുറ്റകൃത്യം ചെയ്യാൻ മനുഷ്യന്റെ പരിണാമ ദശയിലൊക്കെ എല്ലാം പ്രേരണയുണ്ട്. സൊസൈറ്റിയായി ജീവിച്ചപ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞത്. പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ്. എങ്കിലും ഒരു കുറ്റകൃത്യ വാസനയുണ്ട്. ആ കുറ്റകൃത്യ വാസനയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് ഈ പോലീസ് എന്നുള്ള ഒരു ഡിറ്ററന്റ് ഫാക്ടറാണ്.
അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിച്ച് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കും എന്നത് നിലനിർത്തണം.